ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോര കണ്ണും വലിയ കോമ്പല്ലും തൂങ്ങിയാടുന്ന ചെടികളുമുള്ള ഭൂതം, മനുഷ്യനെ കൊന്നു തിന്നുന്ന ഭൂതം. അങ്ങനെയുള്ളൊരു ഭൂതത്തിന്റെയും സ്വന്തം മകനെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ഒരമ്മയുടെ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് ഓർക്കിഡിന്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെയെല്ലാം വഴി തെറ്റിച്ച് കൊണ്ടുപോയി പറ്റിക്കാണ് അവന്റെ പതിവ്. പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് വഴിപോക്കരോടവൻ പലതും ആവശ്യപ്പെടും. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ആളുകൾ അറിയുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കലും ഒരു ദിവസം ഒരു നമ്പൂതിരി വൃക്ഷാന ഭക്ഷണവും കഴിച്ച് വരികയായിരുന്നു. അപ്പോഴതാ പൂമരച്ചോട്ടിന് താഴെ ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കുന്നു. നമ്പൂതിരിക്ക് സന്തോഷമായി. കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ആ സുന്ദരിയായ സ്ത്രീയോടൊപ്പം നമ്പൂതിരി മലമുകളിലേക്ക് പോയി. അങ്ങനെ പോയ നമ്പൂതിരി പിന്നെ ആരും കണ്ടിട്ടില്ല. ആ ഇടയ്ക്കാണ് കുന്നിൻ ചെരുവിലെ നങ്ങേലിയുടെ മകൻ എഴുത്തു പഠിക്കാൻ പോയത്. നല്ല തങ്കക്കൊടുത്തപ്പോലുള്ള കുട്ടിയെ കണ്ടപ്പോൾ ഭൂതത്തിനൊരാശ. ഈ കുട്ടിയെ തനിക്ക് വളർത്തിയാലെന്ത്? ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷത്തിൽ വന്ന് കുട്ടിയെ കൊണ്ടുപോയി. സന്ധ്യയായിട്ടും കുട്ടിയെ കാണാതെ നങ്ങേലി മലമുകളിൽ അന്വേഷിച്ചു നടന്നു. അപ്പോഴാണ് ആ വഴി വന്ന ചാത്തനെ കണ്ടത്. നങ്ങേലി ചാത്തനോട് ചോദിച്ചു, എന്റെ കുഞ്ഞിനെ എങ്ങാനും ഈ വഴി കണ്ടോ ചാത്ത? അപ്പോ ചാത്തൻ പറഞ്ഞു, തമ്പുരാട്ടി മലമുകളിൽ കളിക്കുന്നത് കണ്ടു. കൂടെ ഒരു കൊച്ചമ്പുരാട്ടിയും ഉണ്ടായിരുന്നു. മലമുകളിൽ ഒരു ഭീകരനായ ഭൂതമാണ് തന്റെ ഉണ്ണിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് നങ്ങേലി ഞെട്ടലോടെ മനസ്സിലാക്കി. നങ്ങേലി കരഞ്ഞുകൊണ്ട് ഭൂതത്തിന്റെ അടുത്തേക്ക് പോയി. അല്ലയോ കുന്നിൻ ചെരുവിലെ ഭൂതമേ, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരുമോ? ഉണ്ണിയുടെ അമ്മ എത്തിയെന്നറിഞ്ഞ ഭൂതം എന്തു ചെയ്തെന്നോ? ഒരു കൊടും കാറ്റെ അമ്മയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ നങ്ങേലി പതറിയില്ല. ഒരടി പോലും പിറകോട്ട് പോകാൻ നങ്ങേലി തയ്യാറായില്ല. അവസാനം ഭൂതം പറഞ്ഞു, നിന്റെ രണ്ടു കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാപമമ്മ ഉണ്ണിയെ കിട്ടാൻ തന്റെ രണ്ടു കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ഭൂതത്തിൽ കൊടുത്തു. ഭൂതത്തിന്റെ സൂത്രം കേൾക്കണോ? അമ്മയ്ക്ക് കണ്ണില്ലാതായല്ലോ. ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ച് മന്ത്രം ജപിച്ച് മറ്റൊരു ഉണ്ണിയെ ഉണ്ടാക്കി നങ്ങേലിക്ക് കൊടുത്തു. നങ്ങേലി തന്റെ ഉണ്ണിയെ തലയുടെ. അപ്പൊ നങ്ങേലിക്ക് മനസ്സിലായി ഇത് തന്റെ ഉണ്ണിയല്ലെന്ന്. നങ്ങേലി പറഞ്ഞു, പെറ്റമ്മയെ വഞ്ചിക്കുന്ന ഭൂതമേ, നിന്നെ ശപിക്കുന്നു. ഒരു പെറ്റമ്മയുടെ ശാപം തനിക്ക് താങ്ങാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ഭൂതം അമ്മയുടെ രണ്ട് കണ്ണുകൾ ഉണ്ണിയെയും തിരിച്ചു നൽകി. കുഞ്ഞിനെ പിരിയാനുള്ള ഭൂതത്തിന്റെ വിഷമം മനസ്സിലാക്കിയ നങ്ങേലി വർഷത്തിലൊരിക്കൽ കുഞ്ഞിനെ വന്ന് കണ്ടുകൊള്ളുവാൻ അനുവാദം നൽകി. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അമ്മമ്മ നമ്മെ തല്ലും ശകാരിക്കും. അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അമ്മയോളം സ്നേഹം മക്കൾക്കുണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം മേലോട്ട്. നന്ദി, നമസ്കാരം.